ഡോക്ടർ, തൻ്റെ അച്ഛൻ സ്പോക്കൺ ഇംഗ്ലീഷിന് പോയേ പറ്റി. അയാൾ നമ്മളോട് ഭയങ്കര മോശമായിട്ടാണ് പെരുമാറിയ, ഒരുമാതിരി പട്ടികളോടൊക്കെ പെരുമാറുന്ന പോലെ. കൾച്ചർലെസ് ഫെലോ. അയാൾക്കറിയില്ല ഐ ഹാവ് സെന്റ് റോക്കറ്റ്സ് ടു സ്പേസ്. ഇയാളുടെ മോള് ഏതെങ്കിലും ഊളയുടെ കൂടെ ഒളിച്ചോടി പോകുന്ന കണ്ട് ഇയാൾ ഇംഗ്ലീഷിൽ കരയുന്ന എനിക്കൊന്ന് കാണണം. അല്ല, ഇപ്പൊ അങ്ങനത്തെ ഒരു ഊളനെ നമ്മൾ എവിടുന്ന് കണ്ടുപിടിക്കും? സൈമൺ, എന്ത് വില കൊടുത്തും ഇവിടെ നിനക്ക് സെറ്റ് ചെയ്ത് തരും. ശരിക്കും ഇവനോടൊക്കെ അങ്ങനെ പ്രതികാരം ചെയ്യാൻ നോക്കൂ. ആഹാ, വണ്ടർഫുൾ പ്രതികാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡിയർ. വരുന്നു കേട്ടോ. വിളിച്ചു കേട്ടോ അങ്കിളെന്ന്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കിളവന്മാർ അങ്ങനെ തന്നെ വിളിക്കുന്നത്. 2 ദിവസം രസികർ മണ്ഡലം പുറകെ ഉണ്ടല്ലോ. ഞാൻ കണ്ടു. നീ എന്തിനാ വിസിലടിച്ചേ? അതെ, എനിക്ക് വിജയ് ഇഷ്ട. വേണമെങ്കിൽ ഇനിയും വിസിലടിക്കും. സൈമൺ, അതെ, അവള് തിരിഞ്ഞു നോക്കുമ്പോഴേ നല്ല ബ്രൈറ്റ് ആയിട്ടൊന്ന് ചിരിച്ചേക്കണം. ചിരിക്കാൻ സാർ. പക്ഷെ 3 റൗണ്ടായി സാർ. തിരിഞ്ഞു നോക്കും. നിക്ക കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അവള് ചെയ്യുന്ന പോലെ. എനിക്ക് വയ്യ. എന്നാ നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഒന്ന് മുട്ടിട്ട് വരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. മോർണിംഗ്. നിങ്ങൾ ദിവസവും ഇങ്ങനെ ഓടാറുണ്ടോ? ഓടാറുണ്ട്. ഞങ്ങൾ ഓടാറുണ്ട് ഇല്ലേ മിസ്റ്റർ സൈമൺ? ഓടാറുണ്ട്. നല്ല ബോഡി ഷേപ്പ്. അല്ല, ഈ എക്സസൈസ് ചെയ്യുന്നുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ഇനി നീ എന്തെങ്കിലും ചോദിക്ക. ഹലോ, ഇന്നും വരാറുണ്ടോ ഓടാൻ? ഇന്നും ഓടാൻ വരാറുണ്ടോ? അത് തന്നെയല്ലേ പങ്കളും ചോദിച്ചത്. അതെല്ലേ, കേട്ടില്ലേ അങ്കിൾ? പിണ്ണാക്കുമാടൻ. നിന്നോട് ആര് പറഞ്ഞു ഞാൻ ചോദിച്ചെന്നെ ചോദിക്കാം? അതിപ്പോ ഞാൻ ആലോചിച്ച് വെച്ചാ സാർ എന്തിനാ പറഞ്ഞേ? സോറി, ആകെ ടെൻഷനായി പോയി സാറേ, അതുകൊണ്ടാ. ക്ഷമിക്ക്. സാറിനല്ലേ ഇതിനൊക്കെ എക്സ്പീരിയൻസ് ഉള്ളത്. വല്ല വഴിയും പറഞ്ഞു തന്നെ. വഴിയൊക്കെ ഉണ്ട്. Hey ma'am. What do you want? എന്താ വേണ്ടെന്ന്? കൊച്ചിനെ ഡാൻസിന് ചേർക്കാൻ വന്നതാ. Oh, go and inquire there. Yeah. ലച്ചു, എന്താ? ജെന്നിഫർ എൻ്റെ അനിയത്തിയാണ്. നല്ലൊരു ഡാൻസർ ആക്കണം. പറ്റിയൊരു ടീച്ചർ നോക്കി കിട്ടിയില്ല. നല്ല ട്രെയിനിങ് കൊടുത്താൽ ജെന്നി മാസാകും. എന്താകും? മാസ്. തൽക്കാലം ഇവിടെ അഡ്മിഷൻ ഒന്നും ഇല്ല. അയ്യോ, അങ്ങനെ പറയരുത്. വിജയണ്ണന്റെ കൂടെ അഭിനയിക്കേണ്ട കുട്ടിയാണ്. കുട്ടി വിചാരിച്ചാൽ. പ്ലീസ് ചേച്ചി, പ്ലീസ്. അയ്യോ പാവം, കണ്ടില്ലേ? ഓക്കെ, ആഴ്ചയിൽ 3 ദിവസത്തെ ക്ലാസ്, 2 മണിക്കൂർ വീതം. ഓ, എന്നാ പോയിക്കോ. അല്ല, ഇനി മോളെ കൊണ്ടുപോകാൻ വന്നാൽ മതി. അല്ല, ഫീസ് പറഞ്ഞില്ല? 2000 rupees per month. നല്ല വരുമാനമുള്ള പരിപാടിയല്ലേ? പിന്നെ എനിക്ക് പോയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ 2 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റിംഗ് ഇവിടെ വേണ്ട. വേണ്ട അല്ലേ? വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട അല്ലേ? വേണ്ട. എന്തൊരു ചാടാടാ അവൾക്ക്. കുറച്ച് സൗന്ദര്യം ഉണ്ടായിപ്പോയി, അതിന്റെയാ. പിന്നെ അത്രയ്ക്ക് ചാടൊന്നുമില്ല അവൾക്ക്. ഉണ്ട്. അവക്കും ജാടയുണ്ട്, അവിടെ തന്തയ്ക്കും ജാടയുണ്ട്. അത് കറക്റ്റ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്നെ പോലെ ഒരു എച്ചിക്ക് ഇത്രയും പണവും സൗന്ദര്യമുള്ള പെണ്ണിനെ മാത്രമേ കിട്ടിയുള്ളൂ? എടാ, പണവും സൗന്ദര്യവും കണ്ടോന്നല്ല. പിന്നെ എടാ, അവള് നമ്മളെ വിജയണ്ണനെ സ്ക്രീനിൽ കണ്ടപ്പോ വിസിലടിച്ചില്ലടാ. അത് കറക്റ്റ്. അതുകൊണ്ടാ. എന്നാ പിന്നെ നമ്മുടെ ഫാൻസിലെ നാൻസി ഉണ്ട്, അവള് പഠിക്കും ഫിസിൽ നല്ലവൾക്ക്. നിനക്ക് പിന്നെ അവളെ കിട്ടിക്കൂടെ? നാൻസി വേണമെങ്കിൽ നീ അങ്ങ് കിട്ടിയാ മതി. അതിന് അവള് സമയം. എന്റെ പൊന്ന് സാറേ, അവളുടെ മനസ്സിൽ കയറാനുള്ള പല വഴിയും പറഞ്ഞു. മനസ്സിൽ കയറാനൊരു വഴിയുണ്ട്. എന്തുവാ? ഓപ്പറേഷൻ ചെയ്താൽ മതി. പക്ഷെ അത് പണ്ട് എൻ്റെ കാര്യത്തിൽ അത്ര വർക്കൗട്ട് ആയില്ല. പക്ഷെ പേടിക്കണ്ട, നിന്റെ കാര്യത്തിൽ ശരിയാവും. അച്ചുപൊട്ടി കൊള്ളാലോടെ സൈമ. നിനക്ക് തന്നെ എവിടുന്ന് കിട്ടി? സാബു സാറ് തന്ന. സാബു? ഏത് സാബു? അപ്പൻ്റെ കൂടെ പഠിച്ച സാബു സാർ. എന്റെ കൂടെ പഠിച്ച സാബു? സാബു ചായ. ഓ, സാബു.
ഓക്കെ ഓക്കെ. ആ പിന്നെ ഇത് നമ്മുടെ എസ് ഐയുടെ വീട്ടിൽ ഇതുപോലെ ഒരെണ്ണമുണ്ട്. പക്ഷെ അത് കടിക്കത്തുമില്ല കുരക്കത്തുമില്ല. നമുക്ക് ഇവനൊരു പേരിടാം. ആ അതെ. പേരൊക്കെ ഇതിന് ഓൾറെഡി ഉണ്ട്. റൗഡേ. ഷേ ഈ പേര് നമുക്ക് വേണ്ട. ഒരു പോലീസുകാരന്റെ വീട്ടിൽ റൗഡി എന്നുള്ള പേര് ശരിയാവില്ല. മാൻ 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 മാൻ. ആ പാലുടിച്ച് തീർത്തോ? എങ്കിൽ ചോറ് കൂടെ കൊടുക്കാം. എടി ഈ പട്ടി ചോറും കറിയൊന്നും കഴിക്കില്ല. നോക്കട്ടെന്ന്. കഴിക്കില്ല എന്ന്. ഇതിന് ചില പ്രത്യേക ആഹാരമൊക്കെ ഉണ്ട്. ഈ പട്ടിക്ക് ഭയങ്കര ചെലവാണ്. പട്ടിന്ന് വിളിക്കല്ലപ്പാ. പട്ടിയെ പിന്നെ പട്ടിയെന്നല്ല പ്രവാരം പിള്ളേ വിളിക്കാൻ പറ്റൂടാ. റൗഡി അത്ര സുഖമില്ല. വല്ല മണിന്നാ കുട്ടാന്നാ വിളിക്കാം. ഓ ജാതി സ്നേഹം. എന്നാ പിന്നെ നിന്റെ തന്തയുടെ പേരും കിട്ടാം, രാധാകൃഷ്ണൻ. എന്താ എന്റെ തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ, ഇന്ന് മുതൽ ഞാൻ ഈ പട്ടിയെ ജോണിന്ന് വിളിക്കും. നിങ്ങളുടെ അപ്പാപ്പന്റെ പേര് കണ്ടിട്ട് അതായി പട്ടിക്ക് ചെയ്യുന്നത്. 10 സെക്കൻഡ് ആയല്ലോ, കാണാനില്ലല്ലോ. വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ് പറഞ്ഞോ മോളെ. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല, ഇന്ന് ക്ലാസ് ഇല്ല. എന്തു പറ്റി? പെറ്റുപോയി. പെറ്റുപോയോ? സൈമ റൗഡി പട്ടി പെറ്റ്. ഓ റൗഡി. ഞാൻ വിചാരിച്ചു മറ്റേ പേറ്റാണെന്ന്. അതവിടെ പോയി? ഇന്നലെ മുതൽ കാണാനില്ല. അയ്യോ. ആരെങ്കിലും മോഷ്ടിച്ചതായിരിക്കണം. ഓ സാഡ് ന്യൂസ്. എന്നാ ശരി. പോവാണോ? അല്ല ഹലോ. സൈമ നമുക്ക് റൗഡിനെ കണ്ടുപിടിച്ചു കൊടുത്താലോ? കണ്ടുപിടിച്ചു കൊടുക്കാം. എന്താ? ഈ റൗഡി മോഷണം പോയെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. 1-2 പട്ടിക്കളന്മാരെ എനിക്കറിയാം. പക്ഷേ എൻ്റെ കൂടെ ഒന്ന് വരേണ്ടി വരും. എന്താ? അല്ല, ഈ ഹച്ച് പട്ടികളെല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാ. ഒഴിഞ്ഞു പോണമെന്ന് പറഞ്ഞ ഗുണ്ടകൾ നിരങ്ങയാണ് സാറേ. രാത്രി കിടന്നുറങ്ങാൻ പാങ്ങില്ല. വേറെ പോവാൻ ഇടമില്ലാത്തോണ്ടാ സാറേ. സാർ എന്തിനേലും ചെയ്യണം. ഈ പറയുന്ന സ്ഥലം അർജുനൻ പിള്ളയുടെ പേരിലുള്ള സ്ഥലമല്ലേ? അല്ല സാറേ, അയാളത് കള്ളപ്രമാണം ചെയ്തതാ. അപ്പനപ്പാപ്പന്മാര് മുതൽ ഞങ്ങൾ കയറി കിടക്കണ ഇടമാണ് സാറേ. അല്ല, നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് പട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാറേ. ഇല്ല സാർ. അല്ല, അതില്ലാണ്ട് ഈ പട്ടയില്ലാണ്ട് എനിക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സാർ അങ്ങനെ പറഞ്ഞ് കൈയൊഴിയല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ചെല്ല്. ഞാൻ അങ്ങോട്ടേക്കൊന്ന് വരാം. ഞാൻ അവിടെ വന്ന് സ്ഥലം നോക്കാം. നിങ്ങൾ ധൈര്യമായിട്ടില്ല കിട്ടും. കഴിക്കണം. അലക്സേ, പാർട്ടിയുടെ കാര്യം ഇപ്പോൾ വലിയ കഷ്ടത്തിലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അലക്സ് തന്നെ മത്സരിക്കണം. അതാവുമ്പോൾ ജോൺ സാറിൻ്റെ ഒരു സെന്റിമെന്റ്സ് കൂടെ നമുക്ക് വോട്ടാക്കി മാറ്റാം. ഒന്ന് ആലോചിച്ച് നോക്കാം. അച്ഛനോട് ഞാനത് എത്ര നാളായിട്ട് പറയുവാ, ജോലി രാജിവെച്ചിട്ട് പൊളിറ്റിക്സിൽ ഫോക്കസ് ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് അതല്ലേ നല്ലത്. പക്ഷെ പറഞ്ഞ കേക്കണ്ടേ? എന്റെ സോഫി, നീ പറയുന്ന പോലെ അല്ല രാഷ്ട്രീയം. അമ്മാര് ചരിത്രം കാണിക്കുന്നവരെ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഈ ഫീൽഡിൽ. അലക്സേ, അതല്ല, ഞാനങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. മൊത്തത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ കഴിക്കും. കറക്റ്റ് സമയം ഉച്ചകൊണ്ട്. സാറേ, സൈമ വാടാ, കയറി വാടാ. അല്ല ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം സാറേ. വാടാ, കഴിക്കടാ. അല്ല ഞങ്ങൾ കഴിച്ചാ വാന്ന്. സാറ് വിളിക്കുന്നില്ല. കഴിച്ചെങ്കിൽ അങ്ങോട്ടിരുന്നു. കഴിക്കാൻ വിളിച്ചിട്ട് 2 പ്ലേറ്റ് പൊറോട്ടയും ബീഫും ഇപ്പം കയറ്റിട്ടല്ലേ ഉള്ളൂ. രാവിലെ അല്ലേ? നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ. നല്ല ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് ഫ്രൈ? ചിക്കൻ ഫ്രൈ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ചൈൽഡ് മിസ്സിംഗ്. ഹിന്ദിയാണോ? ഇംഗ്ലീഷാ. ഓ അലക്സേ, ഏതാ പിള്ളേർ? നമ്മുടെ വേണ്ടപ്പെട്ട പിള്ളേരാണോ? ഡി, നിന്റെ പരീക്ഷ പുഷ്കറി അങ്ങ് വിളമ്പി കൊടുത്തേ. അച്ഛൻ കഴിക്കിട്ട്. പുള്ളിയുടെ അപ്പൻ്റെ ഫോട്ടോയാ. സാറിനെ പോലെ തന്നെ ഉണ്ടല്ലേ? എൻ്റെ അപ്പൻ എന്നെ പോലെ തന്നെ ഇരിക്കുന്നല്ലടാ ബിജു. നല്ലത്. അല്ല, എൻ്റെ അപ്പന് വേറെ ലുക്കാ. അതൊന്നും അന്വേഷിക്കണല്ലോ. സാറേ, കേക്ക് സാറുണ്ടാക്കിയാണോ? കഴിച്ചു നോക്ക്. വൈനൊന്നുമില്ലേ സാറേ? ടീച്ചർ വൈനിങ് എടുത്തേ. എന്താണ് കാര്യം? ഒരു കേസും അങ്ങോട്ട് വരത്തില്ലല്ലോ. സാറേ, നമ്മുടെ മറ്റേ കട്ടൗട്ടിൻ്റെ കാര്യം. ഏത് കട്ടൗട്ട്? വിജയൻ്റെ കട്ടൗട്ട്. സാറേ, ഇത്തവണ ഭീമാവളി നൗഷാദ് വെക്കണേക്കാട്ടി 3 അടി പൊക്കം കൂടുതലുള്ള കട്ടൗട്ട് വയ്ക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ സാറൊന്ന് സഹായിക്കണം. കട്ടൗട്ട് വെക്കുന്നത് ഞാൻ സഹായിക്കാനാണ്. സാർ ഒരു 15,000 രൂപ തന്നാ അതൊരു സഹായമാവല്ലോ. അയ്യോ, 15,000 രൂപയോ? 15,000 രൂപ ഇത്ര വലിയ വിഷയമാണ് സാറേ? ആ വിഷയമാണ്. 500,000 ഒക്കെ ചോദിക്കുന്ന പോലെയാണല്ലോടാ. 500,000 ഞങ്ങൾ വേറെ അടുത്തും പോയാൽ സാറിന്റെ അടുത്ത് വരുമോ? സത്യം പറഞ്ഞത് സത്യ. എന്ത് സാറേ? നിനക്കൊക്കെ പ്രാന്താന്ന്. സാറേ, എല്ലാവരും നല്ല സാറിങ്ങനെ പറയരുത്. ഞങ്ങൾ വിജയന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ സാറേ?
സാറേ ഈ കട്ടൗട്ടൊക്കെ വെച്ചൊന്ന് സ്റ്റാർ ആയാല് ഭൈരവ റിലീസ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഫോട്ടോഷൂട്ട് കിട്ടും. സാറേ കഷ്ടമുണ്ട്, സാറൊന്ന് സഹായിക്കണം പ്ലീസ് സാറേ. മതിയായിരുന്നു മതി. 50,000 രൂപയുടെ കേസല്ലേ, ഇനി അതിന്റെ പേര് നിങ്ങളുടെ ജീവിതാഭിലാഷം നടക്കാണ്ടിരിക്കണ്ട. താങ്ക് യു സാർ. സാറോടെ മൊത്തത്തിൽ കഥറല്ല സാർ, സീരിയസ് അല്ല മന്ത്രി ആകാൻ പോകണ. ആ അങ്ങനെ ഒരു ആലോചനയുണ്ട്. സൂപ്പർ ആയിരിക്കും മാസ്. സാറ് നിൽക്കണം. സാറ് നിന്നാൽ ഈ തിരുവനന്തപുരത്ത് വിജയണ്ണനെക്കാട്ടും വലിയ കട്ടൗട്ട് ഞങ്ങൾ സാറിന് വേണ്ടി വെക്കും. മതിരാ മതി, തള്ളിയത് മതി. ഇല്ല ഓറാക്കണ്ട. അല്ലല്ല 15,000 രൂപയുടെ കേസല്ലേ, തന്നേക്കാം. അതല്ല സാറേ വൈൻ. എടിയാ വൈൻ കൊണ്ടുവരുവോ? ആ പേഴ്സും കൂടി എടുത്തോ. എടുക്കുവാ. ഇത് അർജുന മുതലാളിയുടെ സ്ഥലമാ. പട്ടയം കോപ്പൊന്നും ഇല്ലാതെ ഇത്രയും കാലം നീയൊക്കെ ഇവിടെ ജീവിച്ചു. ഇറങ്ങിക്കൊള്ളണം എല്ലാരും ഒന്ന്. പട്ടയം ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടുള്ള ആര്? എങ്ങോട്ട് പോകാനാ? 2 പെൺമക്കളെയും കൂട്ടി ഞങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല. എന്ത് വന്നാലും ഈ മണ്ണ് ഞങ്ങൾ വിട്ടു തരില്ല. നിനക്കൊക്കെ കിടക്കാൻ സ്ഥലമില്ല, പോയി ചാവണം. വണ്ടി കയറ്റി പൊളിക്കണം. ഞങ്ങളുടെ നെഞ്ചത്തൂടെ കയറ്റി പൊളിക്കണം. എല്ലാരും അവിടെ കിടക്കി. ആ സാറേ, ഇവരെ ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാറ് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് പണി കിട്ടും. എന്ത് പണി? ആ JCB എടുത്ത് അവരെ നെഞ്ചത്തോടെ കേട്ടെടുക്കണ. ആ പോറും പോക്കൾക്ക് വേണ്ടി ആരോ ചോദിക്കാൻ വരാൻ എനിക്കത് കാണണം. എന്താണ് കളിക്കണേ? വണ്ടി എടുക്കണ. ആരുടെ ഇങ്ങനെ ഹോൺ ഓട്ടോ ഇടിച്ച് മറിക്കണം. ഞങ്ങളെ വിജയണ്ണന്റെ കാലടിക്കോടാ നീ. നീ നമ്മളെ വിജയണ്ണനെ കാലടിക്കോ? നൗഷാദ് വെക്കുന്നതിനേക്കാൾ ഒരടിയെങ്കിലും പൊക്കം കൂടുതലുള്ള കട്ടൗട്ട് വെക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ വിശ്വസിക്കണ്ട, അറ്റിയുടെ പടത്തിൽ വയ്ക്കാം 10 അടി പൊക്കം കൂടുതലുള്ള കട്ടൗട്ട്. പാലഭിഷേകവും ഇല്ല, നാസിക് ഡോലും ഇല്ല. അണ്ണൻ്റെ കാല് ഒടിഞ്ഞു. നമുക്കിപ്പോ ഒരു കാല് പണിയിക്കാൻ പറ്റുമോ? ഇപ്പോഴാ? ഇനിയാവൊന്നും പറ്റത്തില്ലടാ. നിങ്ങൾ വിഷമിക്കാതെ. കട്ടൗട്ട് കുറച്ച് ചെറുതായി പോയെങ്കിലും അവനിട്ടിരിക്കുന്നതിനൊക്കെ വലിയ മാലയല്ലേ നമ്മൾ വിജയ് സാറിന് ഇട്ടിരിക്കുന്നത്. സിനിമ ഇപ്പൊ തുടങ്ങും ബാബാ. നമുക്ക് ജനഗണമന കഴിഞ്ഞ് കയറാടാ. രാജ്യസ്നേഹം വേണടാ, രാജ്യസ്നേഹം. നമുക്ക് പിന്നെ വിജയണ്ണന്റെ കാലോടിഞ്ഞിരിക്കാത്ത രാജ്യസ്നേഹം. നിങ്ങൾ കാത്തു കയറി ടിക്കറ്റ് എടാ അതൊക്കെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നൗഷാദ് പിള്ളേരെന്ന് പറഞ്ഞാൽ മതി.
ആടാ സൈമ പട്ടക്കലപ്പ് പട്ടക്കലപ്പ്. ആഹാ മാലയ്ക്ക് അത്യാവശ്യം നീളം കൊണ്ടുണ്ടല്ലോ. പക്ഷേ നൗഷാദിന്റെ കട്ടൗട്ടിനേക്കാൾ ഒരു 3-4 അടി പൊക്കം കുറവാണല്ലേ കട്ടൗട്ട്. പക്ഷെ വീതി കൂടല്ല. എങ്ങനെയുണ്ട് നൗഷാദിന്റെ വിജയാണ്? ഓ മാസ നൗഷാദ് എന്ത് ചെയ്താലും മാസാണല്ലോ. മാസ് നൗഷാദ് എന്ന പേര് മാറ്റിയാലെന്ന് വരെ ഒരു ആലോചനയുണ്ട്. മാസോ? നൗഷാദ് മാസ സൂര്യന്റെ പടമാണ്, ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. എന്നത് വേണ്ട, ബിയോബൽ നൗഷാദ് അത് മതി. അതിന് തന്നെ ഒരു പഞ്ചുള്ളൂ. എടാ സൈമ എസ് ഐ സത്യന് ഓടിക്കോളിയാ.